പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പ്രിയ സഹോദരങ്ങളെ, വലിയ നോമ്പിലെ വിശുദ്ധ വാരത്തിലേക്ക് പ്രവേശിക്കുന്നതിനു മുമ്പ് നല്ല ഒരുക്കത്തോടെ ഒരു വിശുദ്ധ കുമ്പസാരം നടത്തി പ്രത്യാശയോടെ ഉയർപ്പിൻ്റെ ഒരു പുതിയ ജീവിതത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവവും മനുഷ്യനും തമ്മിലും മനുഷ്യർ പരസ്പരവും വ്യക്തിപരമായി നമ്മോട് തന്നെയും രമ്യതയിലും സ്നേഹബന്ധത്തിലും ആയിരിക്കുമ്പോൾ മാത്രമേ യഥാർത്ഥമായ ഹൃദയ സമാധാനവും ആനന്ദവും അനുഭവിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. പാപം മൂലം ഈ ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെടുന്നു. കോപവും മ്ലാനതയും മനസ്സിൻ്റെ അസ്വസ്ഥതകളും സമാധാനമില്ലായ്മയും ക്രൂരമായ പെരുമാറ്റവുമെല്ലാം പാപത്തിൻ്റെ പരിണിത ഫലങ്ങളാണ്. ഈ അവസ്ഥയിൽ നിന്ന് ദൈവത്തോടും മനുഷ്യരോടും തന്നോട് തന്നെയും രമ്യപ്പെട്ട് സ്നേഹബന്ധത്തിലാകുവാൻ അനുതാപപൂർവം നല്ല ഒരുക്കത്തോടെയുള്ള വിശുദ്ധ കുമ്പസാരം നമ്മെ സഹായിക്കും. അനുതപിക്കുന്ന പാപിയെ ദൈവത്തോടും മനുഷ്യരോടും തന്നോട് തന്നെയും രമ്യപ്പെടുത്തുന്ന കൂദാശയാണ് വിശുദ്ധ കുമ്പസാരം. അതുകൊണ്ട് ഈ കൂദാശയെ അനുരഞ്ജന കൂദാശയെന്ന് വിളിക്കുന്നു. അനുതാപപൂർവം മേലിൽ ഇത് ആവർത്തിക്കില്ലെന്ന ദൃഢനിശ്ചയത്തോടെ സ്വന്തം പാപങ്ങൾ ഏറ്റുപറയുന്ന പാപിയുടെ സകല പാപങ്ങളും ദൈവം ക്ഷമിക്കുകയും പാപബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്യുന്നതിനാൽ ഈ കൂദാശയെ പാപമോചന കൂദാശയെന്നും വിളിക്കുന്നു. നാം അറിവോടെ ചെയ്യുന്ന എല്ലാ പാപങ്ങളിൽ നിന്നും ഈ ദിവ്യ കൂദാശ വഴി നമുക്ക് മോചനം നേടാവുന്നതാണ്. വിശുദ്ധ കുമ്പസാരത്തിലൂടെ പാപം നമ്മുടെ ആത്മാവിൽ ഏൽപ്പിച്ച മുറിവുണക്കുകയും നമുക്ക് ആത്മീയ ആരോഗ്യവും ആത്മീയ വളർച്ചയ്ക്കു വേണ്ട കൃപാവരവും പ്രദാനം ചെയ്യുന്നതിനാൽ ഈ ദിവ്യ കൂദാശയെ സൗഖ്യദായക കൂദാശയെന്നും വിളിക്കുന്നു. അനുതപിച്ച് തന്നിലേക്ക് തിരിയുന്ന പാപികളോട് കർത്താവ് കാണിക്കുന്ന കാരുണ്യവും അനന്ത സ്നേഹവും അവരുടെ മേൽ ചൊരിയുന്ന അളവറ്റ കൃപയും വിളിച്ചോതുന്ന ഒരു കൂദാശയാണ് വിശുദ്ധ കുമ്പസാരം. പാപമോചനത്തിനു മാത്രമല്ല, ദൈവവുമായുള്ള ആത്മബന്ധത്തിലേക്കും ദിവ്യ സംസർഗത്തിലേക്കും സ്നേഹ ഐക്യത്തിലേക്കും വളരുന്നതിനും ഈ ദിവ്യ കൂദാശ നമ്മെ ഏറെ സഹായിക്കും. മറ്റു കൂദാശകൾ നമ്മിൽ ഫലദായകമാക്കുന്നതിനും നമ്മിലേക്കുള്ള ദൈവകൃപാ പ്രവാഹത്തിനുള്ള തടസ്സങ്ങൾ അകറ്റുന്നതിനും യോഗ്യതയോടെ പരിശുദ്ധ കുർബാനയിൽ പങ്കുചേരുന്നതിനും ദൈവകൃപാവരത്തിലും പുണ്യങ്ങളിലും വളരുന്നതിനും നമ്മെ സഹായിക്കുന്നതും വിശുദ്ധ കുമ്പസാരമാണ്. പാപത്താൽ മൂടപ്പെട്ട നമ്മുടെ ആത്മനയനങ്ങൾ തുറന്ന് ദൈവത്തെ ദർശിക്കുന്നതിനും ഈ ദിവ്യ കൂദാശ നമ്മെ സഹായിക്കുന്നു. കുമ്പസാരത്തിന് മുമ്പ് ഒന്നാമതായി നാം ചെയ്യേണ്ട സർവപ്രധാനമായ കാര്യം ഹൃദയപൂർവമായ പ്രാർത്ഥനയും ധ്യാനവും കൃതജ്ഞതാ പ്രകാശനവുമാണ്. കർത്താവിൻ്റെ കഷ്ടാനുഭവത്തിലെ ഓരോ സംഭവങ്ങളെയും കുറിച്ച് നാം ധ്യാനിക്കണം. കർത്താവ് തൻ്റെ അവസാന തുള്ളി രക്തം വരെയും പാപികളായ നമ്മളോടുള്ള സ്നേഹം നിമിത്തം ഒഴുക്കിത്തന്നു. കുന്തത്താൽ തുറക്കപ്പെട്ട തിരുവിലാവിൽ നിന്ന് സകല ആത്മാക്കളെയും കഴുകി വെടിപ്പാക്കുന്നതിനുള്ള രക്ഷിക്കുന്ന നദി ഒഴുകുന്നു. നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്കു വേണ്ട എല്ലാ കരുണയും കൃപയും കർത്താവിൻ്റെ തുറക്കപ്പെട്ട തിരുവിലാവിൽ നിന്നൊഴുകുന്നു എന്നുള്ള സത്യം നാം തിരിച്ചറിയുകയും മനസ്സിൽ ഉറപ്പിക്കുകയും ചെയ്യണം. സർവ്വലോകത്തിൻ്റെയും രക്ഷയ്ക്കു വേണ്ടിയും നാം ഓരോരുത്തരുടെയും രക്ഷയ്ക്കു വേണ്ടിയും യേശുതമ്പുരാൻ തൻ്റെ തിരുച്ചങ്കിലെ ചോര ഒഴുക്കി തന്നതുകൊണ്ടായില്ല. വിശുദ്ധ കുമ്പസാരത്തിലൂടെ ആ തിരുരക്തം നമ്മുടെ ആത്മാവിലേക്ക് ഒഴുകി നമ്മെ കഴുകി വെടിപ്പാക്കുകയും അതിൻ്റെ പുണ്യപ്പെടുത്തുന്ന ശക്തി നമ്മുടെ ആത്മാവിൽ പ്രവർത്തിക്കുകയും ചെയ്യണം. നല്ല ഒരുക്കത്തോടെയുള്ള വിശുദ്ധ കുമ്പസാരം വഴിയാണ് നാം ഓരോരുത്തരിലും വിശുദ്ധ കുമ്പസാരത്തിലൂടെയുള്ള ഈ ദിവ്യ ശക്തി പ്രവർത്തന നിരതമാകുന്നത്. ധ്യാനപൂർവം പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ അടുക്കൽ
മുട്ടിപ്പായി അപേക്ഷിക്കാതെയും സ്വന്തം ഹൃദയത്തെ ഒരുക്കാതെയും പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തിൽ ആശ്രയിക്കാതെയും ഒരിക്കലും കുമ്പസാരിക്കാൻ പോകാനിടയാകരുത്. ഹൃദയത്തെ ശരിയായി ഒരുക്കണമേ എന്നും ശരിയായ അനുതാപം നൽകണമേ എന്നും ഏറ്റുപറയേണ്ട പാപങ്ങളെ ഓർമ്മിപ്പിച്ചു തരണമേ എന്നും പരിശുദ്ധാത്മാവിനോട് നാം അപേക്ഷിക്കണം. ശരിയായ പാപബോധത്തിനായിട്ടും മുട്ടിപ്പായി പ്രാർത്ഥിക്കണം. പാപങ്ങളെ കുമ്പസാരത്തിൽ ഏറ്റുപറയാനുള്ള എളിമയ്ക്കു വേണ്ടിയും കുമ്പസാരത്തിനു വേണ്ടിയുള്ള നല്ല ഒരുക്കത്തിനും നന്നായി കുമ്പസാരം നടത്തുന്നതിനും ആദ്യ അവസാനം പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തിനായി പ്രത്യേകം പ്രാർത്ഥിക്കുക. നമുക്കായി ദൈവം വച്ചു നീട്ടുന്ന ഈ മഹാദാനമായ വിശുദ്ധ കുമ്പസാരമെന്ന കൂദാശയ്ക്കായി ദൈവത്തിന് കൃതജ്ഞത പ്രകാശിപ്പിക്കുകയും ചെയ്യണം. അടുത്തതായി നാം ചെയ്യേണ്ടത് ജീവിത പരിശോധനയാണ്, അഥവാ ആത്മശോധന. പ്രാർത്ഥന കൊണ്ട് തന്നെ ഒരുക്കുന്നതോടൊപ്പം സ്വന്തം ജീവിതത്തിൽ വന്നുപോയ തെറ്റുകൾ, തൻ്റെ സകല പാപങ്ങളും പ്രാർത്ഥനാപൂർവം ആത്മശോധന ചെയ്ത് കണ്ടെത്തണം. ശരിയായി ജീവിതത്തെ പരിശോധിക്കുന്നതിന് ദൈവകൽപ്പനകളെക്കുറിച്ചും തിരുസഭയുടെ കൽപ്പനകളും ധ്യാനിച്ച് അവ ഞാൻ എങ്ങനെ പാലിക്കുന്നു എന്നും ഏതെല്ലാം കൽപ്പനകൾ എപ്പോഴൊക്കെയാണ് ലംഘിച്ചിട്ടുള്ളതെന്നും ആത്മശോധന ചെയ്ത് കണ്ടെത്തണം. ദൈവത്തോടും മറ്റുള്ളവരോടും സ്വന്തം ആത്മാവിനെതിരായും ചെയ്തിട്ടുള്ള പാപങ്ങൾ ഏതൊക്കെയാണെന്നും കണ്ടെത്തണം. അറിഞ്ഞുകൊണ്ട് പൂർണ്ണ സമ്മതത്തോടെ ചെയ്ത ഗൗരവമായ പാപങ്ങളും പാപ സാഹചര്യങ്ങളും ആദ്യം നാം ആത്മശോധന ചെയ്ത് കണ്ടെത്തണം. അതിനുശേഷം ചെയ്തു പോയിട്ടുള്ള ലഘുപാപങ്ങൾ ആത്മശോധന ചെയ്ത് കണ്ടെത്തുക. ദൈവത്തോടുള്ള കടമയെക്കുറിച്ച് നാം ആത്മശോധന ചെയ്യേണ്ട 10 പ്രധാന കാര്യങ്ങളുണ്ട്. 1. ദൈവം ചെയ്ത അനുഗ്രഹങ്ങൾക്കെല്ലാം വ്യക്തിപരമായി നന്ദി പറയാറുണ്ടോ? ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കുന്നതിൽ വന്നുപോയ വീഴ്ചകളെ ഓർത്ത് ആത്മാർത്ഥമായി അനുതപിക്കുകയും മേലിൽ അനുനിമിഷം നന്ദിയുള്ളവരായി ജീവിക്കാനുള്ള ദൃഢനിശ്ചയമെടുക്കുകയും അതിനുള്ള കൃപ ദൈവത്തോട് യാചിക്കുകയും ചെയ്യുക. 2. ഒരു ക്രിസ്തീയ വിശ്വാസി അറിഞ്ഞിരിക്കേണ്ട വിശ്വാസപരമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഞാൻ അറിയാതിരുന്നിട്ടുള്ളത്? ദൈവത്തെയും ദൈവിക രഹസ്യങ്ങളെയും കുറിച്ചുള്ള അജ്ഞതയും അവിശ്വാസവുമാണ് എല്ലാ തിന്മകൾക്കുമുള്ള അടിസ്ഥാന കാരണമെന്ന് ഞാൻ തിരിച്ചറിയുന്നുണ്ടോ? 3. അനുദിനമുള്ള പ്രാർത്ഥനയും ധ്യാനവും ഏകാഗ്രതയോടെ ഭക്തിപൂർവം മുടങ്ങാതെ നടത്താറുണ്ടോ? 4. പരിശുദ്ധ കുർബാനയിലും വിശുദ്ധ കുമ്പസാരത്തിലുമുള്ള എൻ്റെ പങ്കാളിത്തം സജീവവും നല്ല ഒരുക്കത്തോടു കൂടിയതുമാണോ? 5. പ്രാർത്ഥനകളിലും ദിവ്യ ശുശ്രൂഷകളിലും കൃത്യനിഷ്ഠയോടെ അർത്ഥം മനസ്സിലാക്കി ആഴമായ ദൈവസ്നേഹത്തോടുകൂടെ ബുദ്ധിപൂർവം പങ്കുചേരാൻ ശ്രദ്ധിക്കാറുണ്ടോ? 6. അതിരാവിലെ ഉണർന്നെഴുന്നേറ്റ് പ്രാർത്ഥിക്കാറുണ്ടോ? 7. രാവിലെ എഴുന്നേറ്റാൽ ഉടനെ ഉള്ള എൻ്റെ ആദ്യത്തെ പ്രവൃത്തിയും ഉറങ്ങുന്നതിനു മുമ്പുള്ള എൻ്റെ അവസാനത്തെ പ്രവൃത്തിയും പ്രാർത്ഥനയാണോ? 8. കർത്താവിനോടുള്ള എൻ്റെ ആത്മബന്ധം എപ്രകാരമുള്ളതാണ്? എൻ്റെ ജീവിതത്തിൽ 1-ാം സ്ഥാനം ദൈവത്തിനാണോ ഞാൻ നൽകുന്നത്? 9. എല്ലാ കാര്യങ്ങളിലും ദൈവത്തോട് ആലോചന ചോദിക്കാറുണ്ടോ? 10. ദൈവത്തോടും പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണകളോടും അനുസരണവും വിധേയത്വവും പുലർത്താറുണ്ടോ? ഇതുപോലെ മറ്റുള്ളവരോടും എന്നോട് തന്നെയും ഉള്ള എൻ്റെ കടമകൾ ഞാൻ എപ്രകാരം നിറവേറ്റിയെന്ന് ആത്മശോധന ചെയ്ത് കണ്ടെത്തണം. ദൈവ തിരുഹിതത്തിനു വിരുദ്ധമായി നാം ചെയ്തുപോയ തിന്മ പ്രവൃത്തികളും അനുതാപപൂർവം ആത്മശോധന ചെയ്ത് കണ്ടെത്തണം. തിന്മയിലുള്ള തഴക്കമായ പാപം പല വിധത്തിൽ നമ്മിൽ വന്നുകൂടുന്നു. 1. ദൈവത്തിൻ്റെ കരുണയും കൃപയും നിസാരമാക്കുകയും തള്ളിക്കളയുകയും മറ്റുള്ളവർക്കത് നിരസിക്കുകയും ചെയ്യുന്നത് പാപമാണ്. ഈ പാപത്തിൽ തുടരുക വഴി തിന്മയിലുള്ള തഴക്കം നമ്മിൽ വന്നുകൂടുന്നു. 2. അജ്ഞതയും അഹങ്കാരവും
സ്വാർത്ഥതയും സ്വയസ്നേഹവും അസൂയയുമാണ് എല്ലാ പാപങ്ങൾക്കും അടിസ്ഥാന കാരണം. പലപ്പോഴും നാം മറ്റുള്ളവരുമായി നമ്മെ താരതമ്യം ചെയ്യും. കൂടുതൽ കിട്ടുമ്പോൾ അഹങ്കാരം, കുറഞ്ഞു പോയാൽ പിറുപിറുപ്പും അസൂയയും നിരാശയും. ഒരിക്കലും നമ്മെയും മറ്റുള്ളവരെയും പരസ്പരം നാം താരതമ്യം ചെയ്യരുത്. അതുപോലെ ദാനങ്ങളെക്കാൾ ദാതാവായ ദൈവത്തിന് പ്രാധാന്യം നൽകി ദൈവത്തെ സ്നേഹിക്കുകയും അപരൻ്റെ ഉയർച്ചയിൽ സന്തോഷിക്കുകയും ചെയ്യണം നാം. അപ്പോൾ ഈ പാപത്തിൽ വീഴാതിരിക്കാൻ, നന്മയിൽ വളരാനും നമുക്ക് കഴിയും. 3. ലക്ഷ്യം തെറ്റിയുള്ള ജീവിതമാണ് പലപ്പോഴും നമ്മെ വഴിതെറ്റിക്കുന്നതും പാപത്തിൽ വീഴ്ത്തുന്നതും. അതിനാൽ ശരിയായ ലക്ഷ്യബോധത്തോടെ മുന്നേറാൻ നാം പരിശ്രമിക്കണം. എന്താണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം? ദൈവത്തെ അറിഞ്ഞ് സ്നേഹിക്കുക, ആരാധിച്ചു മഹത്വപ്പെടുത്തുക, തിരുഹിതം നിറവേറ്റി ദൈവത്തിൻ്റെ പ്രീതിപാത്രങ്ങളായി സകലർക്കും അനുഗ്രഹമായി ജീവിക്കുക, സകലരെയും ദൈവത്തിലേക്ക് ആകർഷിച്ചടുപ്പിക്കുക, അതുവഴി തിന്മയെ കീഴടക്കി ഭൂമിയിൽ ദൈവഭരണം സംജാതമാക്കുക. ഇവയായിരിക്കണം നമ്മുടെ പ്രധാന ജീവിത ലക്ഷ്യങ്ങൾ. ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കാനാണല്ലോ നമ്മുടെ കർത്താവ് നമ്മോട് കൽപ്പിക്കുന്നത്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6:33. ഈ ലക്ഷ്യങ്ങളിൽ നിന്ന് നാം മാറുമ്പോൾ പല വിധത്തിൽ നാം തിന്മയ്ക്ക് അടിമയാകും. 4. ദൈവവുമായി ഒന്നാകേണ്ടവർ ദൈവത്തെ ഒറ്റിക്കൊടുക്കുകയും തള്ളിപ്പറയുകയും ദൈവത്തിൽ നിന്ന് അകന്നു ജീവിക്കുകയും ചെയ്യുന്നത് പാപമാണ്. ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കേണ്ടവർ എതിർസാക്ഷ്യം നൽകി ജീവിക്കുന്നതും പാപമാണ്. 5. ദൈവത്തിൻ്റെ സ്ഥാനത്ത് സ്വയം പ്രതിഷ്ഠിക്കുകയും ദൈവാശ്രയത്തിന് പകരം സ്വയാശ്രയത്തോടെ സ്വന്തം ശക്തിയിൽ ആശ്രയിച്ച് ജീവിക്കുന്നതും പാപമാണ്. 6. ദൈവത്തിൽ ആശ്രയിക്കേണ്ടതിന് പകരം സമ്പത്തിലും സ്ഥാനമാനങ്ങളിലും മറ്റു വ്യക്തികളിലും ആശ്രയം വയ്ക്കുന്നത് പാപമാണ്. ജെറമ്യ പ്രവാചകന്റെ ഭാഷയിൽ പറഞ്ഞാൽ, ജീവജലത്തിൻ്റെ ഉറവയായ ദൈവത്തെ ഉപേക്ഷിച്ച് പകരം പൊട്ടക്കിണറുകൾ കുഴിക്കുന്നത് പാപമാണ്. ജെറമ്യ 2:12-14 വരെയുള്ള വാക്യങ്ങൾ. ദൈവത്തിൽ നിന്നുള്ള അകൽച്ചയും പാപമാണ്. ഇതുവഴി ദൈവിക കാര്യങ്ങളിൽ, അതായത് വചന വായന, ധ്യാനം, പ്രാർത്ഥന, പരിശുദ്ധ കുർബാന, വിശുദ്ധ കുമ്പസാരം മുതലായവയിലെല്ലാം താല്പര്യം കുറയുകയും വിരസതയും മടുപ്പും ആയി ക്രമേണ ഇവയിൽ തീരെ താല്പര്യമില്ലാതായി തീരുകയും ചെയ്യുന്നു. അങ്ങനെ ദൈവത്തിൽ നിന്നും സഹചരിൽ നിന്നും അകലും. സഹനങ്ങളെക്കുറിച്ചുള്ള ഭയവും സഹനങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടവും ഒക്കെ സംഭവിക്കും. 7. ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടെന്ന ജഡമോഹങ്ങളിൽ കുരുങ്ങി ജീവിക്കാറുണ്ടോ? 8. പരിസയ മനോഭാവവും കപടഭക്തിയുമാകുന്ന പാപത്തിൽ നാം വീഴാറുണ്ടോ? 9. മറ്റുള്ളവരെ വിധിച്ചു തള്ളുകയും മുൻവിധിയോടെ സമീപിക്കുകയും ചെയ്യുന്ന രീതികൾ നമ്മിലുണ്ടോ? 10. പരിപൂർണതയിലേക്കും പരിശുദ്ധിയിലേക്കും വളരാനുള്ള വിളി വിസ്മരിച്ച് ജീവിക്കുന്നത് പാപമാണെന്ന ബോധ്യം നമുക്കുണ്ടോ? ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് ആത്മീയ കാര്യങ്ങളിലുള്ള നമ്മുടെ അലസതയ്ക്കും അശ്രദ്ധയ്ക്കുമെല്ലാം കർത്താവിനോട് മാപ്പപേക്ഷിക്കുക. ദൈവ തിരുഹിതത്തിന് വിരുദ്ധമായി നാം ചെയ്തു പോയ തിന്മ പ്രവൃത്തികളെല്ലാം ഇതുപോലെ നാം അനുതാപപൂർവം ഓർത്തെടുക്കണം. നല്ല കുമ്പസാരം നടത്തുന്നതിന് വേണ്ട അടുത്ത കാര്യം മനസ്താപമാണ്. ചെയ്തു പോയ പാപങ്ങളെക്കുറിച്ചുള്ള ദുഃഖമാണ് മനസ്താപം. പൂർണ്ണ മനസ്താപം അഥവാ ശരിയായ മനസ്താപം ജീവിത പരിവർത്തനത്തിലേക്ക് നയിക്കും. സ്വന്തം വഴികളിൽ നിന്നും ലോകമോഹങ്ങളിൽ നിന്നും ദൈവത്തിലേക്ക് തിരിയലാണ് യഥാർത്ഥ മനസ്താപം. പാപത്തെക്കുറിച്ചുള്ള ദുഃഖമില്ലാതെ പഴിചാരി ഒഴിഞ്ഞു മാറുന്നവരാകരുത് നാം. നല്ല കുമ്പസാരത്തിന് വേണ്ട അടുത്ത കാര്യം ഏറ്റുപറച്ചിലാണ്. കർത്താവിൻ്റെ സഹായത്തോടെ മേലിൽ പാപം ചെയ്യുകയില്ലെന്ന ദൃഢനിശ്ചയത്തോടെ സ്വന്തം പാപങ്ങൾ താഴ്മയോടും അനുതാപത്തോടും സത്യസന്ധമായി നമ്മെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഏറ്റുപറയണം. അവസാനമായി പ്രായശ്ചിത്തം. വൈദികൻ നിർദ്ദേശിക്കുന്ന പ്രായശ്ചിത്തം
ഉടനടി നിറവേറ്റണം. അതോടൊപ്പം ജീവിത നവീകരണത്തിന് സഹായമായ പ്രായശ്ചിത്ത പ്രവൃത്തികൾ നാം സ്വയം ഏറ്റെടുത്ത് ചെയ്യുകയും ചെയ്യണം. വൈദികൻ തരുന്ന ഉപദേശമനുസരിച്ച് ജീവിത നവീകരണത്തിനു വേണ്ടി പരിശ്രമിക്കുകയും വേണം. ഇപ്രകാരം നല്ല ഒരുക്കത്തോടെ ഒരു വിശുദ്ധ കുമ്പസാരം നടത്തി ജീവിത നവീകരണത്തിലേക്ക് കടന്നു വരുന്നതിനും വലിയ നോമ്പിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിനും പ്രത്യാശയോടെ ഉയർപ്പിൻ്റെ ഒരു പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിനും സർവശക്തൻ നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും. ആമേൻ.